ഇന്നത്തെ ഈ ഒരു വിപണിയുടെ ഒരു നേട്ടത്തിലേക്ക് നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ US ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് നിന്ന് ഡിസംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ന്യൂസ് ഡെവലപ്പ് ആകുന്നു. അത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡാറ്റകൾ നിലവിലിപ്പോൾ US-ൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതായത് US-ലെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റ പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ വളരെ വീക്കായിട്ടുള്ള ഒരു റീറ്റെയിൽ സെയിൽസ് ആണ് കാണാൻ സാധിച്ചത്. കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് പരിശോധിക്കുകയാണെങ്കിലും കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഒരു ബയ്യിങ് ഇൻട്രസ്റ്റ് നിലവിലിപ്പോഴും നിലനിൽക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ തന്നെ ഫെഡറൽ റിസർവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും US ഫെഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റേറ്റ് കട്ട് കൂടി ഉണ്ടായേക്കാം എന്നൊരു ഹോപ്പിൻ്റെ ഭാഗമാണ് നിലവിലിപ്പോൾ മാർക്കറ്റിൻ്റെ ഈ ഒരു എക്സ്പെക്റ്റേഷൻ. ഈ ഒരു പ്രവൃത്തി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ഡാറ്റ വന്നതിന് ശേഷം US മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിലും ഒരു നേട്ടം തന്നെയായിരുന്നു നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു സെൻറ്റിമെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യകത ഫെഡിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു എന്നൊരു വ്യൂ പോയിൻ്റാണ് നിലവിലിപ്പോൾ എക്സ്പേർട്സുകളൊക്കെ തന്നെ പങ്കുവച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളത്. US-ലെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്തൊരു ബോണ്ടിലുള്ള ഒരു നിക്ഷേപം കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെ ഫ്രീ അപ്പ് ആകുന്ന ആ പൈസ ഇന്ത്യ അടക്കമുള്ള എമേർജിംഗ് മാർക്കറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും കൂടുതൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ ഉള്ളൊരു സാധ്യത നിലവിലിപ്പോൾ US-ൻ്റെ ഈ ഒരു റേറ്റ് കട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ വിപണി പരിശോധിക്കുകയാണെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നത്. അമേരിക്കയിലേക്ക് വലിയ രീതിയിൽ എക്സ്പോഷറുള്ള നിഫ്റ്റി IT പരിശോധിക്കുകയാണെങ്കിലും ഇന്നിപ്പോൾ 1% മുകളിലുള്ളൊരു നേട്ടമുണ്ടാകുന്നു.